രാവിലെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എന്നാലും കുറച്ച് സമയം ഈ 1 മണിക്കൂർ നിങ്ങൾ നമുക്ക് വേണ്ടി, നമ്മുടെ ലൈഫിന് വേണ്ടി സമർപ്പിക്കുക. ഒരൊറ്റ മണിക്കൂർ. നമ്മൾ പലപ്പോഴും പല കാര്യങ്ങൾക്കും സമയം ചെലവഴിക്കുന്ന പോലെ ഇത് വളരെ ലാഘവത്തോടെ നമ്മൾ കാണരുത്. ഇത് വളരെ സീരിയസ് ആയിട്ട് തന്നെ കാണണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. ഈ ക്ലാസ്സുകളുടെയൊക്കെ പ്രത്യേകത എന്താണ്? മോട്ടിവേഷൻ ക്ലാസ്സിന്റെ ഒക്കെ പൊതുവെ ഒരു പ്രത്യേകത വെച്ചാൽ കേൾക്കുമ്പോൾ നല്ല രസമായിരിക്കും. കേൾക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. ജ്യൂസ് കുടിക്കുന്ന പോലെയാണ്, അല്ലെങ്കിൽ ആ തൽക്കാലം നമ്മൾ എന്താണോ ഇഷ്ടപ്പെടുന്നത് കഴിക്കുന്നത് പോലെയാണ് പല ആളുകൾക്കും മോട്ടിവേഷൻ ക്ലാസ്. കേവലം ഒരു മോട്ടിവേഷൻ എന്നതിലുപരി ജീവിതത്തിൽ നല്ല മാറ്റമുണ്ടാക്കാൻ പ്രാപ്തമാക്കുന്ന കുറച്ച് കാര്യങ്ങൾ, കുറച്ച് എന്താണ്, കുറച്ച് തിരിച്ചറിവുകളാണ് നമ്മൾ ഷെയർ ചെയ്യാറുള്ളത്. അല്ലാതെ കേവലം മോട്ടിവേഷൻ അല്ല, അല്ലെ? നിങ്ങൾ ഈ മോട്ടിവേഷൻ ആർക്കും പറ്റും. കുറെ എന്ത് ചെയ്യാ, ആവേശം കൊള്ളിക്കാൻ ആൾക്കാർക്ക് എളുപ്പമാണ്. ഈ ആവേശത്തിന് പലപ്പോഴും ആയുസ് ഉണ്ടാവാറില്ല എന്നുള്ളത്, അല്ലെ? അതെപ്പോഴും ആയുസ്. മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്, നിരന്തരമായിട്ട് കേട്ടുകൊണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ്, റീചാർജ് ചെയ്യണം. പക്ഷെ അത് നിലനിൽക്കണമെങ്കിൽ പ്രായോഗികമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ സംസാരിക്കുന്നത്. മനസ്സിലായില്ല? അല്ലാതെ എന്നും പറയുന്ന പോലെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്നതിലുപരി ലൈഫിൽ മാറ്റം വരുത്തണം ആഗ്രഹിക്കുന്നവർക്ക് പ്രാക്ടിക്കലി എന്തൊക്കെ ഇപ്പോഴുള്ള ഈ സിറ്റുവേഷൻ, ഇപ്പോഴുള്ള ഈ അവസ്ഥയിൽ നിന്ന് മാറാൻ, അതാണല്ലോ കംഫർട്ട് സോൺ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റം വരാൻ ഞാൻ എന്തൊക്കെ പ്രായോഗികമായിട്ട് ചെയ്യണം എന്നത്. 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ. ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്ന ഈ സിറ്റുവേഷനിൽ ഒരു മാറ്റം വേണം എന്ന് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ഇന്നത്തെ സെഷൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ചാറ്റ് ബോക്സിൽ അറിയിക്കും. ഇങ്ങനെ പോയാൽ പോരാ, മാറ്റം വേണം, മാറ്റം വേണം, നല്ലൊരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്നവർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് ആൾക്കാർക്ക് മാറ്റം വേണം, അല്ലേ? ബെറ്റർ ആവണം, മാറ്റം വേണം, മാറ്റം വേണം, മാറ്റം വേണം. വെരി ഗുഡ്, കൺഗ്രാജുലേഷൻ. ലൈഫ് എന്ന് പറയുന്നത് മാറ്റങ്ങളാണല്ലേ, നിരന്തരമായിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഓരോ ദിവസവും തൊട്ട് മുന്നത്തെ ദിവസത്തേക്കാളും അല്പം നമുക്ക് ബെറ്റർ ആയിരിക്കണം, അല്ലെ? ബെറ്റർ ആയിരിക്കണം. ബെറ്റർ, 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 ബെറ്റർ ആയിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ഇന്നലത്തേക്കാളും അല്പം ബെറ്റർ ആയിരിക്കണം ഇന്ന്, ഇന്നത്തേക്കാളും അല്പം ബെറ്റർ ആയിരിക്കണം നാളെ. അല്പം എന്തായാലും ബെറ്റർ ആവുന്ന ആളുകളാണ് നല്ല ശതമാനം. അല്പം ബെറ്റർ ആവുന്ന ആളുകളാണ് കുറേശ്ശെ കുറേശ്ശെ. എന്നാൽ വലിയൊരു ചേഞ്ച്, വലിയൊരു മാറ്റം, വലിയൊരു ട്രാൻസ്ഫോർമേഷൻ സാധ്യമാവണമെങ്കിൽ എന്ത് വേണം? വലിയൊരു മാറ്റം, അല്ലെ, സാധ്യമാവണമെങ്കിൽ നമ്മൾ കൂടുതൽ എന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്യും. കൂടുതൽ നിലവിലുള്ള സിറ്റുവേഷനെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നിലവിൽ ഞാൻ ഏത് അവസ്ഥയിലാണ്, എന്ത് അവസ്ഥയിലാണ് എന്നതിനെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യം വേണം. ഇപ്പോൾ ഞാൻ ഏത് ലെവലിലാണ്, ഏത് സോണിലാണ്, എന്റെ കരിയർ ആവാം, എന്റെ ജോലിയാവാം, ഞാൻ നിൽക്കുന്ന ഏത് മേഖലയും ഏതിലാണോ ഉള്ളത്, അതെന്റെ ലൈഫിൽ ഏത് സ്റ്റേജിലാണ് എന്നെ നിലനിർത്തുന്നത്, അല്ലെ? മാറ്റം ഉള്ളിന്റെ ഉള്ളിൽ ഒരുപാട് ആഗ്രഹം ഉണ്ടായിട്ട് പോലും ഇതിൽ എനിക്ക് മാറാൻ കഴിയില്ല. എത്ര പേർക്ക് തോന്നുന്നുണ്ട് നിലവിലെ സിറ്റുവേഷന് മാറാൻ ശ്രമിച്ചിട്ടും എനിക്ക് ഇങ്ങോട്ട് കാര്യമായി മാറാൻ കഴിയുന്നില്ല? മാറ്റം ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു, മാറാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാർ ഒന്ന് ടൈപ്പ് ചെയ്യും. നല്ല മാറ്റം ആഗ്രഹിച്ചിട്ടും മാറാൻ കഴിയുന്നില്ല, മാറാൻ കഴിയുന്നില്ല, മാറാൻ കഴിയുന്നില്ല. കമാണ് ഒരുപാട് ആൾക്കാർ.
യെസ്, കഴിയുന്നില്ല. അപ്പൊ ഒരു ചോദ്യം, എന്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുക്കാണ്? പ്രാക്ടിക്കലി ഞാൻ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണം. എന്തുകൊണ്ട് എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം ഉണ്ടാകുന്നില്ല? EFT ചെയ്തപ്പോ മാറി എന്ന് പറയുന്നത് കൺഗ്രാജുലേഷൻ. നമ്മൾ കോഴ്സ് ചെയ്ത ആളുകൾ, കുറെ ആളുകൾക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ട്, കൺഗ്രാജുലേഷൻ. എങ്കിലും ഞാൻ ആഗ്രഹിക്കുന്ന, ഞാൻ യഥാർത്ഥത്തിൽ അർഹിക്കുന്ന ഒരു മാറ്റം എന്തുകൊണ്ട് എനിക്കുണ്ടാവുന്നില്ല? ചോദിക്കണം. ഞാൻ അർഹിക്കുന്ന മാറ്റം, ആത്മാർത്ഥമായി ഞാൻ ആഗ്രഹിക്കുന്ന മാറ്റം എന്തുകൊണ്ട് എന്റെ ലൈഫിൽ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ ചോദിക്കും. അപ്പൊ എന്താണ് ഉത്തരം കിട്ടുക? അതിനുവേണ്ടി ഞാൻ ഒന്നും ചെയ്യാത്തത് കൊണ്ട്. ജസീന് സത്യം പറയുന്നുണ്ട്. ലാക്ക് ഓഫ് കൺസിസ്റ്റൻസി, ഞാൻ സ്ഥിരമായി ചെയ്യുന്നില്ല, അതാണ് കാരണം. ആണോ? വേറെ കമോൺ, കുറച്ചുകൂടെ വരട്ടെ. എന്താണ് കാരണം? മടിയാണ്. ഓക്കെ, പേടി. യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് നിങ്ങൾക്ക്? ആഗ്രഹമില്ലാണ്ടല്ല, പക്ഷേ ഉത്തരവാദിത്തത്തിന്റെ പ്രശ്നമല്ല. നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ പേടി അനുഭവിക്കുന്നുണ്ട്, അതാണ് സത്യം. പേടിയാണ് പ്രധാനപ്പെട്ട റീസൺ. എന്താണ് പേടി? ക്ലിയർ അല്ലേ? മനുഷ്യന്മാരുടെ ഏറ്റവും പ്രധാന ശത്രു, ഏറ്റവും വലിയ ശത്രു പേടിയാണെന്നാണ് പറയുന്നത്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ പേടിയാണ്. മടികൾ വെറുതെ പറയാം, പേടിയാണ്. മടി ഉണ്ടാക്കുന്നത് ഒരു പേടിയിൽ നിന്നാണ്. കോൺഫിഡൻസ് ഇല്ലാത്തത് പേടിയിൽ നിന്നാണ്. ക്ലിയർ അല്ലേ? മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു പേടിയാണ്. എന്ത് പേടി? അടുത്ത ചോദ്യം ഇത് നിങ്ങൾ സ്വയം ചോദിക്കണം കേട്ടോ. എന്റെ പ്രശ്നം പേടിയാണ്, മനസ്സിലാവുണ്ടോ? നിങ്ങൾ നോക്കൂടെ ഉള്ളിന്റെ ഉള്ളിൽ, ഞാൻ പറഞ്ഞത് ശരി, ഞാൻ പറഞ്ഞുകൊണ്ട് അംഗീകരിക്കരുത് കേട്ടോ. നിങ്ങൾ ഉള്ളിൽ ചോദിക്കണം, ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ പേടിയില്ലേ? എന്തൊക്കെ പറഞ്ഞാലും യെസ് ഉണ്ട്. ഈ പറയുന്ന എന്റെ ഉള്ളിലും ഉണ്ട് ചെറിയ പേടിയൊക്കെ. അതുകൊണ്ടാണ് എനിക്ക് ഇവിടെ അങ്ങോട്ട് ഉയരാൻ ഞാൻ വിചാരിച്ച പോലെ സ്പീഡ് കിട്ടാത്തത്. ഞാൻ ചിന്തിക്കാറുണ്ട്, ഞാൻ കുറെ സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു, പക്ഷെ ആ സ്പീഡൊന്നും എനിക്ക് കിട്ടണില്ല. ഞാൻ എന്നോ ഉയരത്തിൽ ഇതിലേറെ അപ്പുറത്തേക്ക് പോകേണ്ട ആളാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പക്ഷെ പലപ്പോഴും എന്നെ പിറകോട്ട് വലിച്ചത് പേടിയന്നെ, പേടി തന്നെയാണ്. നിങ്ങളെ മുന്നേ ഞാൻ ഭയങ്കര സംഭവമായിരിക്കാം, ക്ലാസ് എടുക്കുന്ന ആളായിരിക്കാം, പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ലെവൽ ഉണ്ടല്ലോ, അത് വെച്ച് നോക്കുമ്പോൾ ഇത് അതിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമായിട്ടുള്ളൂ. ഒരു സ്റ്റെപ്പ് മാത്രമായിട്ടുള്ളൂ. ആർക്ക് വോയിസ് ഇല്ലാത്തത്? ആർക്കെങ്കിലും വോയിസിന്റെ പ്രശ്നം ഉണ്ടോ? ഒരാൾ വോയിസ് ഇല്ലാതെ ടൈപ്പ് ചെയ്യുന്നു, ഇല്ലല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ പേടിയാണ് പ്രധാന ശത്രു. എന്ത് പേടി? തോറ്റുപോകുമോ എന്നുള്ള പേടി പറയാറുണ്ട്, പരാജയപ്പെടുമോ എന്നുള്ള പേടി വരെ പറയാറുണ്ട്. അതിലൊക്കെ അപ്പുറത്തേക്ക്, അതെ, ഏറ്റവും വലിയ പേടി എന്താണ്? ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഒരു സുഖാവസ്ഥയുണ്ട്, ഒരു സുഖവലയമുണ്ട്, മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഒരു സുഖവലയമുണ്ട്, സുഖാവസ്ഥയുണ്ട്. ഈ സുഖം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. നമ്മൾ മനുഷ്യന്മാരുടെ പ്രധാനപ്പെട്ട പേടി അതാണ്. സുഖം നഷ്ടപ്പെടുമോ? മനുഷ്യന് സുഖം നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല. ആരും നിങ്ങൾക്ക് സുഖം നഷ്ടപ്പെടുന്നത് നമുക്ക് ഇഷ്ടമല്ല. യെസ് ഓർ നോ? കറണ്ട് പോകുന്നത് നമുക്ക് ഇഷ്ടമാണോ? കറണ്ട് പോകുന്നത് ഇഷ്ടമാണോ? വിളക്ക് കത്തിച്ചു വെച്ചിരിക്കുവോ? ഇരിക്കും, കുടുങ്ങിയിട്ട് എടുക്കും. ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, കുടുങ്ങിയിട്ട് ചെയ്യുന്നതാണ്. AC വേണോ ഫാന് വേണോ ചോദിച്ചു കഴിഞ്ഞാല് നമ്മളെന്താ പറയാ? AC വേണമെന്നാണ് പറയാ, അല്ലേ? AC താല്പര്യം ഇല്ലാത്തവരുണ്ടാവാം, അത് വേറെ വിഷയം.
അതിന്റെ പിന്നിലൊരു പേടിയാണ്. അതെന്താ, എ സിയിൽ കിടന്നാൽ പ്രശ്നം ഉണ്ടാവുമോ എന്ന് മറ്റൊരു പേടിയുണ്ട്. അത് വേറെ വിഷയം. തണുപ്പ് പ്രശ്നമാണോ എന്നുള്ളത് അത് വേറെ പേടി. ഞാൻ പറയുന്നത് ഈ സുഖാവസ്ഥ ബ്രേക്ക് ചെയ്യപ്പെടുന്നത് നമുക്ക് ഇഷ്ടമല്ല. ഓക്കെ, നമുക്ക് ആർക്കും സുഖം നഷ്ടപ്പെടുന്നത് ഇഷ്ടമല്ല, സത്യമാണ്. ഞാനടക്കം ആർക്കും ഇഷ്ടമല്ല. എന്നാൽ ഈ സുഖാവസ്ഥ നഷ്ടപ്പെടുന്നതിൽ ഒരു പ്രശ്നവും ഇല്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന അവസ്ഥയുണ്ട്. അവിടെയാണ് വിജയം ഉണ്ടാവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ സുഖാവസ്ഥയുടെ സുഖവലയത്തിന്റെ പേരാണ് കംഫർട്ട് സോൺ. സുഖവലയം എന്താണ് മലയാളം? സുഖവലയം. ഈ സുഖാവസ്ഥയിലാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കംഫർട്ട് സോൺ എന്താ പറയുക നിങ്ങള്? നമ്മളെ യുവാക്കൾ തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കംഫർട്ട് സോൺ എന്താ പറയുക? എല്ലാ യുവാക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലെ? പഠിക്കുന്ന എല്ലാ യുവാക്കളും ആഗ്രഹിക്കും. എന്താണ് കംഫർട്ട് സോൺ? ആരാ പറയാ? ടൈപ്പ് ചെയ്യും. നമ്മുടെ നാട്ടിലെ പറയൂ പറയൂ പറയൂ, കമാൺ. അതെന്ത് ടൈപ്പ് ചെയ്യാത്തത്? നാട്ടിലെ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ഒരു സുഖാവസ്ഥ. ഫ്രണ്ട്സ് കവലയൊന്നുമല്ല, PSC. വെരി ഗുഡ്. PSC, ഗവൺമെന്റ് ജോലി. സത്യം കൂടെ പറഞ്ഞു, അത് മോശമായിട്ട് പറയല്ല കേട്ടോ ഞാൻ. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ഒരു ജോലി ലഭിച്ചാൽ മതിയായിരുന്നു അല്ലെ? സ്വർണ്ണ എന്തെങ്കിലും ഒരു ജോലി ലഭിച്ചാൽ മതിയായിരുന്നു. തുടങ്ങേണ്ട ജോലി ലഭിച്ചു തന്നെ കേട്ടോ. ഒന്നുമില്ലാത്തവർ ആദ്യം ജോലി ലഭിക്കണം, അത് വേറെ വിഷയം. പക്ഷെ ഒരു ജോലി ലഭിച്ചാൽ എല്ലാമായി അല്ലെ? നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ജോലി ലഭിക്കാനാണ് പ്രയാസം ഇല്ല. എന്തുകൊണ്ടാണ് ജോലി ലഭിക്കാൻ ഇഷ്ടപ്പെടുന്നത്? ജോലി നേടാനാണ് പ്രയാസം. ജോലി കിട്ടിയാൽ പിന്നെ കാര്യമായുള്ള പ്രയാസമൊന്നുമില്ല എന്നൊരു തോന്നൽ. ഗവൺമെന്റ് ജോലി കിട്ടാനാണ് പണിയില്ലേ, കിട്ടിയ പണിയില്ല എന്ന് പറയാറില്ലേ? കേട്ടണോ സ്വർണോ? ഗവൺമെന്റ് ജോലി കിട്ടാനാണ് പണി, കിട്ടിയാൽ ഒരു പണിയില്ല. പണ്ടോരെ പറഞ്ഞല്ലേ, എനിക്ക് ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുക്കാനെന്ന് പറഞ്ഞല്ലേ, കേട്ടില്ല നിങ്ങള്? ഒരാൾ പറയല്ലേ, അങ്ങനെ ഒരു പ്രയോഗം തന്നെ, ജോലി കിട്ടിയിട്ട് വേണം എനിക്ക് ലീവ് എടുക്കാൻ. അതായത് അത് ഭയങ്കര സുഖം, ലീവ് എടുക്കുന്നത് ഭയങ്കര സുഖമാണ് അല്ലേ? ശനി ഞായർ വീക്കെൻഡ് ആഗ്രഹിക്കുക, ലീവ് ആഗ്രഹിക്കുക, വെക്കേഷൻ ഞാനടക്കമുള്ള ടീച്ചേഴ്സ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന വെക്കേഷൻ ടൈമാ. എന്താണ്, ഏപ്രിൽ മെയ് മാസങ്ങളാണ് ഇഷ്ടം അല്ലെ? അതേപോലെ എന്താണ്, തിങ്കളാഴ്ച വലിയ രസമൊന്നുമില്ല, തിങ്കളാഴ്ച വലിയ ഇഷ്ടമൊന്നുമില്ല. ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ഞായർ വാവ്, 2 ദിവസം അടിച്ചു പൊളിക്കാം. ക്ലിയർ? ഇത് നമ്മളുടെ ഒരു എന്താണ് കാരണം, ജോലി ചെയ്യുന്നത് ഭയങ്കര ഭാരമായിട്ട് തോന്നുന്ന അവസ്ഥ വരുന്നു എന്നുള്ളതാണ്. വെറുതെ ഇരിക്കുക എന്നുള്ളത് അതായത് ഇതൊരു കംഫർട്ട് സോണിന്റെ പ്രത്യേകതയാണ്. ഇങ്ങനെ ഇരിക്കുക, വെറുതെ ഇരിക്കുക. ഞാൻ പറയുന്നത് ഒന്നും ചെയ്യാതിരിക്കുക എന്നതിന്റെ ഒരു സുഖം, അതൊരു മറ്റൊരു കംഫർട്ട് സോണാണ്. ഒന്നും ചെയ്യാതിരിക്കുക. ഓക്കെ, ഗവൺമെന്റ് ജോലി മോശം എന്ന അഭിപ്രായം കേട്ടോ എനിക്ക്. ഞാനും സർവീസിൽ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ആ സർവീസിനെ, ആ കംഫർട്ട് സോൺ പൊട്ടിച്ചെറിഞ്ഞ് ഇവിടെ ഇരിക്കുന്ന ആളാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ ഇതൊക്കെ ഈ ടോപ്പിക് സംസാരിക്കാൻ അർഹതയുള്ള ആളാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. പണ്ട് എനിക്ക് ആഗ്രഹം ഉണ്ടായി സംസാരിക്കാം, പക്ഷെ എനിക്കെന്നെ ഞാനെന്നെ എന്റെ ജോലി പൊട്ടിക്കാതെ എങ്ങനെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിക്കാന്ന് വിചാരിച്ചു. കാരണം എനിക്ക് പേടിയായി ഇത് ഒഴിവായി. ഇങ്ങനെ ഈ ആഗ്രഹമുണ്ട്, ഞാൻ പറഞ്ഞു കുറെ ആയിട്ട് ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ട് കരിയർ ബിൽഡ് ചെയ്യണം എന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ എവിടെയോ ഒരു പേടി എന്റെ ഉള്ളിൽ ഇത്രയൊക്കെ കഴിവുള്ള നീ എന്തുകൊണ്ട് ഇങ്ങനെ ഒതുങ്ങി നിൽക്കുന്നു? അപ്പൊ എല്ലാവരും പറയുന്നു നല്ല ജോലിയില്ല. ശരിയാണ്, നല്ല ജോലിയാണ്. ഞാൻ ചിന്തിച്ചു, എന്റെ കഴിവുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. പക്ഷെ എന്റെ കഴിവുകളുടെ മാക്സിമം പൊട്ടൻഷ്യൽ എനിക്ക് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, ഒരു ഒതുങ്ങിപ്പോയ ലൈഫായിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ. ഇനി അതിൽ ആ ഒതുങ്ങിപ്പോയ ലൈഫിൽ ജീവിക്കുക എന്നുള്ളത് തെറ്റൊന്നുമല്ല കേട്ടോ, അതൊരു കുറ്റമല്ലേ? ഇത് കേൾക്കുമ്പോൾ ചില ആൾക്കാർ വിചാരിക്കും, ഓ ഞാനിങ്ങനെ ആയി പോയല്ലോ, അങ്ങനെ വിചാരിക്കണ്ട. നിങ്ങളിപ്പോൾ നിൽക്കുന്ന ജോലിക്ക് സന്തോഷത്തോടെ ചെയ്യാം, അത് എൻജോയ് ചെയ്യണം, ഒരു സംശയമില്ല.
അത് കിട്ടിയതിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വേണം, അത് സന്തോഷത്തോടെ ജീവിക്കണം. പക്ഷേ നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇതിലപ്പുറത്തേക്ക് പോവണം, വളരണം, മാറി ചിന്തിക്കണം, ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹത്തിന് നിലവിലുള്ള അവസ്ഥ തടസ്സം നിൽക്കുന്നുണ്ടെങ്കിൽ കംഫോർട്ട് സോണിന്റെ പിടിയിലാണ് നമ്മൾ. ക്ലിയർ അല്ലേ? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, ജോലിയുടെ കൂടെ തന്നെ ഞാൻ ആദ്യം ബിൽഡ് ചെയ്യുകയാണ് ചെയ്തത്. ജോലി ചെയ്യുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ കൂടെ എന്താണ് ഓഫ് ഡേയ്സിൽ ക്ലാസ് എടുത്ത് അങ്ങനെയായിരുന്നു ഞാൻ ഡെവലപ്പ് ചെയ്തത്. എനിക്ക് അവസാനം പിന്നെ ക്ലാസ്സുകളിലേക്ക് മാത്രം ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ജോലി മാറ്റി വെച്ചത്. ഗ്രാജുവലി ആയിരുന്നു കേട്ടോ, ഒറ്റയടിക്ക് അല്ല അത് ചെയ്തത്. 2017 മുതൽ തന്നെ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് മനസ്സിലായി, 16, 17 ആയപ്പോ എനിക്ക് മനസ്സിലായി. ആദ്യം ഞാൻ രണ്ടും കൂടെ ഒരുമിച്ച്, അതായത് ഗവൺമെന്റ് ജോലിയും സ്കൂൾ ടീച്ചിങ്ങും ഇതും അതായത് ട്രെയിനിങ്ങും ഒരുമിച്ച് കൊണ്ടുപോകണം എന്ന ആഗ്രഹത്തിൽ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ട് തോണിയിൽ ഒരേ സമയം കാലിടുന്നത് കൊണ്ട് രണ്ടിലും സ്ട്രെസ് ആകുന്നുണ്ട് എന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്പൊ ഒന്നിൽ ഞാൻ ഫോക്കസ് ചെയ്തേ പറ്റൂ. അപ്പൊ ഒന്നിൽ ഫോക്കസ് ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരിക്കലും ഞാൻ ജോലി തിരഞ്ഞെടുക്കില്ല, സ്വന്തം കരിയർ തന്നെ. അപ്പം അപ്പോഴും പേടി വന്നു, ഇൻ കേസ് എന്തെങ്കിലും സംഭവിച്ചാലോ, പേടി വന്നു തോറ്റുപോയാലോ, പരാജയപ്പെട്ടു. ഞാൻ മനസ്സിലായി തോറ്റാൽ അത് അനുഭവിക്കണം, അതന്നെ. ഇവിടെ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം, വേറൊന്നുമില്ല. ലോകത്ത് ആരും വിജയിച്ചിട്ടില്ല തോറ്റുപോയാലോ പേടിച്ചിട്ട്. പരാജയപ്പെട്ട് പഠിച്ച ഒരാളും വിജയിച്ചു, ഇനി തോൽക്കാതിരുന്നൊട്ടുമില്ല അല്ലെ. പക്ഷെ എനിക്ക് ഇത് മാനേജ് ചെയ്യാൻ പറ്റിയെന്നുള്ളത്, അതായത് ഞാനൊരു ഘട്ടത്തിൽ ഇങ്ങനെ കൊണ്ടുപോയി സാലറിയിൽ നിന്ന് സാലറി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മാസത്തിൽ ഇങ്ങനെ സാലറി ഇങ്ങനെ വാങ്ങിപ്പോരും. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ആകെ താളം തെറ്റൂലേ, ബജറ്റ് താളം തെറ്റൂലേ. അപ്പൊ ഞാനൊരു ഭാഗത്ത് ഇതിനുള്ള ഇൻകം പതിയെ ഉയർത്തിയിട്ട് ഇതിനോട് ബാലൻസ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ശരിക്കും നന്നായിട്ട് ഒന്നിൽ നിന്ന് മാറുമ്പോ ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു, എവിടേക്ക് മാറുന്നു. അപ്പൊ മാറുമ്പോ ഞാൻ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതിനെ മാനേജ് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം കോൺഫിഡൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഇതിന്റെ ഏതറ്റം വരെ പോയാലും എനിക്കിതിനെ മാനേജ് ചെയ്യാൻ പറ്റുമെന്നുള്ള കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കുകയാണെങ്കിൽ റിസ്ക് ഫാക്ടർ ഉണ്ട് എന്ന് ഉൾക്കൊള്ളലാണ്. മനസ്സിലായില്ലേ? ഇതിൽ നല്ല റിസ്ക് ഫാക്ടർ ഉണ്ട്. എന്താ റിസ്ക് ഫാക്ടർ? ഒരു പക്ഷേ ജോലിയെ പോലെയല്ല ഇതിൽ ജോലിയിൽ സാധ്യത, പരാജയപ്പെടാനുള്ള സാധ്യത. ഗവൺമെന്റ് ജോലിയല്ലേ, അത് പോകാൻ സാധ്യത വളരെ റെയർ ആണ്. അങ്ങനെ വളരെ അത്യപൂർവമായിട്ട് എന്തെങ്കിലും സിറ്റുവേഷൻ ആകുമ്പോൾ മാത്രമേ അതൊക്കെ പോവുള്ളൂ. സാധ്യത വളരെ 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 0.1 ഒക്കെ സാധ്യത ഉണ്ടാവുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് 50-50 ആണല്ലേ, അല്ലെ? ഇത് വിജയിക്കാൻ സാധ്യതയുണ്ട്, പരാജയപ്പെടാൻ സാധ്യത. റിസ്ക് ഫാക്ടറാണ്. ഈ റിസ്ക് എടുത്തേ പറ്റൂ. എന്നാൽ കേവലം എന്തെങ്കിലും കണ്ടിട്ട് ഒരൊറ്റ ആവേശം തള്ളിച്ച് റിസ്ക് എടുക്കുകയല്ല അവിടെ ചെയ്യുന്നത്. അവിടെ എന്താ ചെയ്യുക? അവിടെ ഇതിനെക്കുറിച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കും, അഥവാ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ മാനേജ് ചെയ്തിരിക്കുമെന്ന് മുൻകൂട്ടി മനസ്സിൽ കണ്ട് പ്ലാൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ. എന്നാൽ പോലും അത് അതുപോലെ നടക്കണം എന്നില്ല. പക്ഷെ എന്നാലും റിസ്ക് എടുത്തേ പറ്റൂ എന്നുള്ളൊരു മനസ്സ് അവിടെ കൊണ്ടുവന്ന് പതിയെ ചേഞ്ച്, ആ ഒരു പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് മാറുകയാണ് ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഇത് നല്ല റിസ്ക് ഉണ്ട്, നല്ല പേടിയുണ്ട്. ഇതിനെ നമുക്ക് അതിജയിക്കാനുള്ള ഒരു കരുത്തുണ്ടാവുക, അതാണ് ബ്രേക്കിംഗ് കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. നിലവിൽ ആത്മാർത്ഥമായിട്ട് അത് തീവ്രമായിട്ട് ആഗ്രഹമുണ്ടായിരിക്കണം, മാറണമെന്ന്. മനസ്സിലായില്ലേ? എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ യാതൊരു തെറ്റുമില്ല, അങ്ങനെ തന്നെ പോകാം. പക്ഷെ നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇങ്ങനെ പോയാൽ പോരാ, മാറ്റം വേണം, ഇങ്ങനെ പോയാൽ പോരാ, മാറ്റം വേണമെന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷം നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യം, എന്തുകൊണ്ട് എനിക്ക് മാറണം? ഈ ക്വസ്റ്റ്യൻ എഴുതിക്കാം, അതിന് ഉത്തരം വേണം. എന്തുകൊണ്ട് എനിക്ക് മാറണം? എന്തുകൊണ്ട് ഞാൻ മാറിയേ പറ്റൂ? വൈ സ്റ്റാർട്ട് വിത്ത് വൈ എന്ന പുസ്തകമുണ്ട്, വായിക്കേണ്ട ബുക്കാണ്.
ഏത് കാര്യം തുടങ്ങുമ്പോൾ വൈ ആം ഐ ഡൂയിങ് ദിസ്, ഞാൻ എന്തിന് ഇത് ചെയ്യണം എന്ന് ചോദിച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ, അല്ലെ? പല കാര്യങ്ങളും നമുക്ക് അറിയില്ലല്ലോ എന്തിനാ നമ്മൾ ചെയ്യുന്നത് എന്ന്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, എന്തിനാ ചെയ്യുന്നത് അത് തന്നെ ഇപ്പൊ ഞാനും ആലോചിക്കണം, ഞാനിപ്പോ എന്തിനാ ചെയ്യുന്നത്, അല്ലെ? എനിക്ക് കാര്യങ്ങൾ അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മൾ സ്വയം ചോദിച്ച് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്ന് എനിക്ക് തന്നെ ധാരണയില്ല. യെസ് ഓർ നോ? ഞാൻ പറഞ്ഞത് ശരിയാണ്. മിക്ക കാര്യങ്ങളും ചെയ്യുന്നത് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. യെസ് ഓർ നോ? നമ്മുടെ ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ, കംഫർട്ട് സോണിലുള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട പ്രത്യേകത മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്വന്തത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്നായിരിക്കും ആദ്യം പറയുന്നത്. ഞാനിതുവരെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല. അപ്പൊ ഈ നിമിഷം ചിന്തിച്ചു തുടങ്ങുക, ഞാൻ എന്തിന് ഈ കംഫർട്ട് സോണിൽ നിന്ന് മാറണം, എന്തെനിക്ക് മാറ്റം വരണം. അത് വലിയൊരു ജോലി മാറ്റം തന്നെ ആവണമെന്നില്ല, ചെറിയൊരു മാറ്റം. എന്താണ് ഇപ്പൊ നമ്മൾ ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ പറയാം, രാവിലെ 4 മണിക്ക് എണീക്കണം. അവിടുന്ന് അങ്ങനെ ഒരു എക്സാമ്പിൾ പറയാം. ചെറിയ ചെറിയ മാറ്റം. ചെറിയ മാറ്റല്ലേ അതോ വലിയ മാറ്റം? രാവിലെ 4 മണിക്ക് എണീക്കാത്തവരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ മാറ്റമാണ്. സ്വർണ്ണം എണീക്കുന്നവർക്ക് അത് മാറ്റമല്ലല്ലോ, അത് ഓൾറെഡി നടക്കുന്നതാണ്. രാവിലെ 6 മണിക്ക് സ്ഥിരമായി എണീക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 4 മണിക്ക് എണീക്കുക എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. സ്വർണ്ണം ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ഭയങ്കര ടാസ്ക് ആണ്, അല്ലേ? സ്വർണ്ണം ആണ്. കാരണം ആ ശീലം കിട്ടും. അപ്പൊ അതിൽ നിന്ന് മാറ്റം. അവിടെ എന്താ പ്രശ്നം? രാത്രി കിടക്കുമ്പോ നമ്മൾ രാവിലെ 4 മണിക്ക് എണീക്കണം, നമ്മൾ തീരുമാനിച്ച് കിടക്കുന്നു. ഇവിടെ എന്താണ് എണീക്കാൻ നേരത്ത് വീണ്ടും അറിയുന്നുണ്ടാവും കുറേശ്ശെ കുറേശ്ശെ, അങ്ങനെ ഉണ്ടല്ലോ, വീണ്ടും 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 അവിടെ കിടന്നോ ഒരാളിങ്ങനെ നമ്മൾ ചെവിടിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ വന്നിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഉറങ്ങിക്ക കുറച്ചു നേരം കൂടെ 5 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് കൂടെ 10 മിനിറ്റ് കൂടെ, അങ്ങനെ 5 മിനിറ്റ് 10 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് ആ കിടക്കണം. നോക്കുമ്പോ എന്താ, ആ നേരത്തെ എണീറ്റിട്ടുണ്ട്. എപ്പോ? 5:59. ഇന്നലെ 6 മണിക്കായിരുന്നു, ഇന്ന് 5:59. ആ വാവ്. ഇങ്ങനെ ഇങ്ങനെയായിരുന്നു മിക്ക ആളുകളുടെയും അവസ്ഥ. എന്താ അവിടെ പ്രശ്നം? എന്താണ് അവിടെ പ്രശ്നം? എന്താണ് പ്രശ്നം? അവിടെ രാവിലെ എണീക്കാതിരിക്കാൻ അവിടെ പ്രശ്നം എന്താണ്? നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ, മടി എന്ന് പറയുന്നത്, നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അവിടെ ഒരു സുഖം നഷ്ടപ്പെടും, അല്ലെ? മനസ്സിലാവും, ഒരു സുഖം നഷ്ടപ്പെടും. മടിയല്ല, അവിടെ പേടിയാണ്. എന്ത് പേടി? സുഖം നഷ്ടപ്പെടുമോ എന്നുള്ള പേടി. എന്ത് സുഖം നഷ്ടപ്പെടുന്നത്? എന്ത് സുഖം? അതുവരെ കിട്ടാത്തൊരു പ്രത്യേക സുഖമുണ്ട്, 4 മണിക്ക് ശേഷം, അല്ലേ? കേട്ടോ? അത് കുറെ ആൾക്കാർ പറയണം, എനിക്ക് അറിയില്ല അതിനെ ശരി. 4 മണി വരെ കിട്ടാത്തൊരു ഉറക്കിന്റെ സുഖമുണ്ട് 4 മണിക്ക് ശേഷം ഉറങ്ങാൻ. പ്രത്യേക ഒരു സുഖമാണ്, അതുവരെ കിട്ടാത്തൊരു സുഖം. അപ്പൊ ആ സുഖം നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി. അപ്പൊ അവിടെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? യഥാർത്ഥത്തിൽ അവിടെ സുഖം നഷ്ടപ്പെടുക എന്നുള്ള ആ സുഖം താൽക്കാലികമായുള്ള ഒരു സുഖമാണെന്നും എണീറ്റ് കഴിഞ്ഞാൽ അവിടെയാണ് അവബോധം കൊടുക്കേണ്ടത്. എങ്ങനെ? ശരിക്കും ശ്രദ്ധിക്കണേ. ഈ താൽക്കാലികമായുള്ള സുഖത്തെ ബ്രേക്ക് ചെയ്ത് ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് ഈ രാവിലെ എന്നുള്ള ഫ്രഷ് ആൻഡ് എനർജറ്റിക് ടൈം നന്നായിട്ട് ഉപയോഗപ്പെടുത്തി പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലും വലിയൊരു സുഖജീവിതം എന്നെ കാത്തിരിക്കുന്നുണ്ട് എന്ന ഒരു ചിന്ത നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് കൊടുക്കാൻ കഴിഞ്ഞാൽ എണീക്കൂലേ? എന്റെ ചോദ്യം ഇതാണ്. എണീക്കൂലേ? മനസ്സിലാവുന്നുണ്ടോ? രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ എനിക്ക് 1 മണിക്കൂറെങ്കിലും അറ്റ്ലീസ്റ്റ് എന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനും ഗോൾ സെറ്റ് ചെയ്യാനും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യാനും
നല്ല ഒരു സമയം കിട്ടുന്നു. അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും നേരത്തെ അല്ലെ, ഒരു ദിവസം നേരത്തെ തുടങ്ങുന്നതിലൂടെ എൻ്റെ ഒരു ജീവിതം, ഒരു ദിവസത്തിന്റെ ലൈഫ് തന്നെ വളരെ നേരത്തെ എനിക്ക് ആരംഭിക്കാൻ കഴിയുന്നു. സ്ട്രെസ് ഫ്രീ ആയി സന്തോഷത്തോടെ ഒരു ദിവസമെങ്കിലും എനിക്ക് നേരത്തെ തുടങ്ങാൻ കഴിഞ്ഞാൽ ലേറ്റ് ആയി പോകുന്നു എന്നുള്ള ആ ഒരു ഫീൽ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയി സന്തോഷത്തോടെ എനിക്ക് കാര്യം ചെയ്യാലോ എന്നൊരു ചിന്ത കൊടുത്തിട്ട് ഇല്ലേ, രാവിലെ അങ്ങനെ ചിന്ത കൊടുത്ത് നമ്മൾ ഉറങ്ങുമ്പോ എന്താ ഫീൽ ചെയ്ത് പറയൂ, എന്താ ഫീൽ, പറയൂ പറയൂ. രാവിലെ എണീക്കുമല്ലേ, എണീക്കുമല്ലേ? യെസ് ഓർ നോ? എണീക്കും, നിങ്ങൾ എണീക്കും. കാരണം ഉറക്കിന്റെ സുഖത്തിനപ്പുറത്തേക്ക് ഉണർവിന്റെ സുഖം നിങ്ങൾ അറിയുന്നു അവിടെയാണ്. കാരണം മനുഷ്യൻ സുഖം തേടുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. അപ്പൊ ഉറക്കിന്റെ സുഖം എന്ന് പറയുന്നത് ഒരു കംഫർട്ട് സോൺ ആണ്. ആ സുഖത്തെ ബ്രേക്ക് ചെയ്യുമ്പോൾ അടുത്തൊരു സുഖമുണ്ട്, ഉണർച്ചയുടെ സുഖം. അല്ലേ? ക്ലിയർ അല്ലേ? ഉണർന്നിരുന്ന് കാര്യങ്ങൾ പ്ലാൻ ചെയ്താൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ മാറ്റത്തിലേക്ക് എന്ത് ചെയ്യാൻ, ലൈഫ് കൂടുതൽ പ്ലാൻഡ് ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ചിന്ത. അതാണ് തിങ്ക്. വൈ ഡു ഐ വാണ്ട് ടു വേക്ക് അപ്പ് ഏർലി എന്നൊരു ചോദ്യം. അതാണ് ചോദ്യം. ഞാൻ എന്തുകൊണ്ട് ഈ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം? അതെ, ആ ചോദ്യം ഒന്നുകൂടെ സ്പെസിഫിക് ആയി കഴിഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കണം എന്ന് ചോദ്യം. അപ്പൊ ഉത്തരം എഴുതിക്കോളും. ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതണം. ഞാൻ എന്തുകൊണ്ട് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം? അതിനൊരു ഉദാഹരണം, കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം. എന്താണ് അതിന് ഉദാഹരണമാണ് ഞാൻ എന്തുകൊണ്ട് രാവിലെ നേരത്തെ എണീക്കണം, 4 മണിക്ക് അല്ലെങ്കിൽ 4:30, 5 മണി. അത് കാരണങ്ങൾ എഴുതിക്കോളൂ. കാരണങ്ങൾ എന്തുകൊണ്ട് ഞാൻ എണീക്കണം, എന്തുകൊണ്ട് ഞാൻ എണീക്കണം എന്നുള്ള ഉദാഹരണമാണ്. എന്തുകൊണ്ട് ഞാൻ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം, അങ്ങനെയും ഉദാഹരണം എഴുതാം. പ്രഭാതം കൂടുതൽ ഉണർവോടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ സാധിക്കും. ആരോഗ്യം, സന്തോഷം, സമാധാനം എഴുതിക്കോളൂ, ടൈപ്പ് ചെയ്യും. ടൈം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നു. പറയൂ പറയൂ. സെൽഫ് കെയർ ടൈം കിട്ടുന്നത്. കമോൺ 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 കമോൺ, എന്റെ സക്സസിന് വേണ്ടിയിട്ട് കമോൺ കമോൺ. എന്താ പോയിന്റുകൾ കിട്ടാത്തെ? എന്തുകൊണ്ട് നിങ്ങൾ നേരത്തെ എണീക്കണം? ഡിസിപ്ലിൻഡ് ആവാൻ. കമോൺ, പോരാ. ഒരു 10 കാരണങ്ങൾ എഴുതണ്ടേ? ഒരു 10 കാരണങ്ങൾ എഴുതണം. ഒരു 10 കാരണങ്ങൾ വേണ്ട. ഒരു 5 കാരണമെങ്കിലും നിങ്ങൾ എഴുതണം. 5 കാരണങ്ങൾ അല്ലേ എഴുതുക. 5 റീസൺസ് എങ്കിലും എഴുതാൻ പറ്റും. ഹെൽത്ത് ഓക്കെ ആവും, സക്സസ് ആവും. പിന്നെ കമോൺ, പ്ലാൻ. മോർണിംഗ് ടൈം കൂടുതൽ കിട്ടും. അതെ, വെൽ ബിഗൺ ഹാഫ് ഡൺ. നേരത്തെ തുടങ്ങുന്നത് പകുതി ചെയ്ത പോലെ. നന്നായി തുടങ്ങാൻ പറ്റും. നന്നായി തുടങ്ങാൻ പറ്റും. നേരത്തെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ നന്നായി തുടങ്ങലാണ്. ലേറ്റായി തുടങ്ങുക എന്ന് പറഞ്ഞാൽ മോശം തുടങ്ങലാണ്. അല്ലേ സ്വർണം? ഒരു കാര്യം സമയത്തിന് മുന്നേ നിങ്ങൾക്ക് ആരംഭിക്കാൻ കഴിയുകയാണെങ്കിൽ നല്ല തുടക്കമാണ്. ഒരു കാര്യം സമയം കഴിഞ്ഞ് തുടങ്ങുന്നത് എപ്പോഴെന്തായിരിക്കും, അത് ബാഡ് ബിഗിനിങ് ആണ്. ക്ലിയർ അല്ലേ? നല്ല തുടക്കം നേരത്തെയുള്ള തുടക്കമാണ്. എപ്പോഴും അങ്ങനെയാണ് അല്ലേ? യെസ് 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 യെസ്. കണ്ടോ? അപ്പൊ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു ടൂളാണ് തിങ്ക് ഓഫ് ബെനിഫിറ്റ്സ്. നോട്ട് ചെയ്തോളൂ. നിങ്ങൾക്ക് മാറാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞത്. ഒരു ടിപ്പ്. പല ആളുകളും മാറാൻ കഴിയുന്നില്ല എന്ന് ഇവിടെ പറഞ്ഞപ്പോൾ, മാറണമെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മാറണം? ഞാൻ മാറിക്കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ അല്ലേ, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. എനിക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും അല്ലേ, എനിക്ക് ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും, എൻ്റെ ഒരു ദിവസത്തെ ലൈഫ് തന്നെ എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റും, എനിക്ക് ടു ഡു ലിസ്റ്റ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എനിക്ക് എന്നെ കുറിച്ച് കൂടുതൽ റിഫ്ലക്ട് ചെയ്യാൻ പറ്റും, ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. പിന്നെന്താണ്? യെസ്, എൻ്റെ ഒരു ദിവസത്തെ മൊത്തം കാര്യങ്ങൾ മുൻകൂട്ടി നന്നായിട്ട് വിഷ്വൽ ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും അല്ലെ. വിഷ്വലൈസേഷന്റെ പവർ എങ്ങനെയാണ്?
ഇന്നത്തെ ദിവസം നിങ്ങൾ കണ്ടില്ല, ലോകത്ത് വിജയിച്ച ആളുകളെ പ്രധാനപ്പെട്ട ദ പവർ ഓഫ് പ്ലാനിങ് ആൻഡ് വിഷ്വലൈസേഷൻ. നന്നായിട്ട് പ്ലാൻ ചെയ്യുന്നു, നന്നായി വിഷ്വൽ ചെയ്യുന്നു. പ്ലാനിങ് തന്നെ വിഷ്വലൈസേഷൻ. ഒരു ദിവസം ഇന്നിപ്പോ രാവിലെ ഇല്ലേ, ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഞാൻ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ഓൾറെഡി എനിക്ക് മുൻകൂട്ടി വിഷ്വൽ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ ഇന്നത്തെ ദിവസത്തിന് എനർജി എങ്ങനെയുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അല്ലെ, നമ്മൾ പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്, ആഗ്രഹിക്കുന്നത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്, അത് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത്, അതിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതിലേക്ക് കംപ്ലീറ്റ് നമ്മുടെ എനർജി ഫോക്കസ് ആകുന്നു അല്ലെ, എനർജി കൂടുന്നു, നമ്മുടെ ടൈം അതിലേക്ക് കൊടുക്കുന്നു, നമ്മുടെ എനർജി അതിലേക്ക് കൊടുക്കുന്നു, നമ്മുടെ ഫോക്കസ് അത് കൊടുക്കുമ്പോൾ നമ്മൾ അതായിത്തീരുന്നു. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ദ വേ. ഇതാണ് കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തിങ്ക് ഓഫ് ബെനിഫിറ്റ്സ്. സ്റ്റാർട്ട് വിത്ത് വൈ. എപ്പോഴും ഈ രണ്ട് കാര്യങ്ങൾ, സ്റ്റാർട്ട് വിത്ത് വൈ. ഒരു ദിവസം രാവിലെ എണീറ്റാലും ആ ക്വസ്റ്റ്യൻ നിർത്താൻ പാടില്ല. ഞാൻ എന്തിനാ ഇപ്പൊ എണീറ്റത് വീണ്ടും ചോദിക്കണം. ആ ചോദ്യം നിർത്തരുത്. അല്ലെങ്കിൽ എന്തെന്നറിയോ, മറന്നുപോയാല് അല്ല ലേശം കൂടെ ഒന്ന് കിടന്നാലേ ആ ചിന്ത വരും അല്ലെ, നമ്മൾ വീണ്ടും ആ സുഖത്തിലേക്ക് പോവേ. ഞാൻ എന്തിനാ രാവിലെ എണീറ്റത്? വെറുതെ ഇരിക്കാനല്ല. അപ്പോഴും പേനയും ബുക്ക് കൊടുക്കുക, പേനയും ബുക്ക് കൊടുക്കുക, എഴുതുക. വൈ ഞാൻ എന്തിനിപ്പോ എണീറ്റിരിക്കുന്നു, എനിക്ക് അപ്പൊ ഗോള് സെറ്റ് ചെയ്യണം. യെസ്. അപ്പോ ആദ്യം ഒരുപക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്തായിരുന്നത്, രാവിലെ എണീറ്റ് ആദ്യം ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ആദ്യം എഴുതിച്ചോ. അപ്പൊ പിന്നെ ആ സമയം അവിടെ കിട്ടും അല്ലെ. ഇന്ന് എന്തൊക്കെ ചെയ്യണമെന്ന് ഇനി തലേ ദിവസം തന്നെ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആണ്. രാത്രി കിടക്കുമ്പോ തന്നെ ലോകത്ത് വിജയിച്ച ആളുകൾ, എക്സ്ട്രീംലി സക്സസ്ഫുൾ ആയ ആളുകളുടെ ഒരു പ്രധാന ശീലം കിടന്ന് ഉറങ്ങുന്നതിന് മുന്നേ ടു ഡു ലിസ്റ്റ് തയ്യാറാക്കി. അപ്പൊ സബ് കോൺഷ്യസ് മൈൻഡിന്റെ പ്രത്യേകത എന്താണ്? നിങ്ങള് ഈ ഉറക്കിൽ പോലും ഈ ഒരു എനർജി വർക്ക്ഔട്ട് ചെയ്യും. ഈ വിഷ്വലൈസേഷൻ ഇമേജസ് കളിക്കും. ഉറങ്ങുന്നതിന്റെ തൊട്ട് പിന്നെ കൊടുക്കുന്ന ആ ചിന്ത അത് ഉറക്കിൽ പോലും റിപ്പീറ്റഡ്ലി നമ്മളെ ബാധിക്കും. അതുകൊണ്ടാണ് ചില ദിവസം മോശം ചിന്തകളായിട്ട് കിടക്കുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാം നിങ്ങള്, പേടി സ്വപ്നങ്ങൾ കാണും. ഈ പേടി സ്വപ്നം കാണുന്ന, നൈറ്റ്മേഴ്സ് കാണുന്ന ആളുകൾ പ്രധാനപ്പെട്ട പ്രശ്നം രാത്രി കിടന്നുറങ്ങുമ്പോൾ അത്ര സുഖമില്ലാത്തൊരു ഫീൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അപ്പൊ നല്ല നല്ല ചിന്തകളും ഫീലിങ്സ് കൊടുത്താണ് രാത്രി ഉറങ്ങുമ്പോൾ പോലും വർക്ക് ചെയ്യുന്ന നമ്മുടെ ഉപബോധ മനസ്സ് കാര്യമായിട്ട് തന്നെ വർക്ക് ചെയ്യും, നമ്മൾ അറിയാതെ. അറിയില്ലേ? ഈ മണി ഇൻവെസ്റ്റ്മെന്റിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, നിങ്ങൾ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് വരുമാനം തരുന്ന ഇൻവെസ്റ്റ്മെന്റ് അല്ലേ, കേട്ടിട്ടില്ലേ? ഉറങ്ങുമ്പോൾ പോലും അല്ലേ നിങ്ങൾ ടൂർ പോകുമ്പോഴും നിങ്ങൾ എവിടെയായാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്ന ഇൻവെസ്റ്റ്മെന്റ്. ഈ ഉപബോധ മനസ്സ് അങ്ങനെയാണ്. നിങ്ങളെ ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് ഇങ്ങനെ വേണ്ട കാര്യങ്ങൾ ഇങ്ങനെ എത്തിച്ചുകൊണ്ടിരിക്കും. മനസ്സിനെ ട്യൂൺ ചെയ്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണ്ടത് രാവിലെ എണീക്കും, വാവ് എന്തൊരു എനർജിയിലേ, വാവ് ചാടി കളിക്കുന്നത്. അതോ അങ്ങനെയാണ്? അതോ വീണ്ടും കിടക്കണമെന്ന് തോന്നുക? വീണ്ടും കിടക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങളുടെ ഉള്ളിൽ രാത്രി ഉറങ്ങുമ്പോൾ കുറെ ആവശ്യമില്ലാത്ത കുറെ ഫീലിങ്സ് കയറിപ്പോയിട്ടുണ്ട്. എണീക്കണം ഒന്ന് അല്ലെ, നേരത്തെ എണീക്കണം ഒരു ഫീല് വരിക, നേരത്തെ കാര്യങ്ങൾ ചെയ്യണം ഒരു ഫീല് വരെങ്കിൽ അവിടെ നമ്മള് ഉറങ്ങുന്നതിന് മുന്നത്തെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഉണർച്ചയിൽ രാവിലെ വീണ്ടും എണീക്കുക, വീണ്ടും ആ പോയിന്റുകളൊന്നും ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്ന് എഴുതി നോക്കിയിട്ട് ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്ത് ആദ്യം എന്ത് പിന്നെ എന്ത് അങ്ങനെ പതിയെ ഇങ്ങനെ അല്ലെ നമുക്ക് ട്യൂൺ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട. ഇറ്റ്സ് എ ഗ്രാജുവൽ പ്രോസസ്. ഇത് പറയുന്ന കാര്യങ്ങൾ ചെയ്യോ? അത് ഞാൻ വെറുതെ പറയണം. ഇത് പറയാൻ നല്ല സുഖമാണ് എന്ന് പറയും അല്ലെ, കേൾക്കാൻ നല്ല സുഖമാണ്, ചെയ്യാനും സുഖമാണ്. കുറച്ച് റിസ്ക് ഉണ്ടെന്ന് ശരിയാണ്, പക്ഷെ ചെയ്യാനും സുഖമാണ്. സുഖമല്ലാന്ന് പറയല്ലേ? ഇങ്ങനെ ചെയ്യുമ്പോഴാണ് സക്സസ് ഉണ്ടാവുക കേട്ടോ. വെറുതെ പോസിറ്റീവായുള്ള ചിന്ത കൊണ്ട് മാത്രം ലൈഫിൽ മാറ്റം ഉണ്ടാകൂല. നിങ്ങളോട് പറയാ, വിത്തൗട്ട് ആക്ഷൻ ഈ പോസിറ്റീവ് ചിന്തകൾ നെഗറ്റീവായിട്ട് മാറും. നിങ്ങൾ എത്ര കൊണ്ട് കാര്യമില്ല, ആ ഫീല് കിട്ടൂല. കാരണം ഈ എനർജി ചിന്തകൾ പ്രവർത്തിക്കാനുള്ളതാണ്, എനർജി ഇൻവെസ്റ്റ് ചെയ്യാനുള്ളതാണ്. ഇൻവെസ്റ്റ് ചെയ്യാഞ്ഞാൽ എന്താ സംഭവിക്കുക? അത് വെറുതെ ആയി പോകും, പാഴായി പോകും, ഒന്നും ചെയ്യാൻ പറ്റൂല. നല്ല രസമാണ് ലൈഫ്, നല്ല രസമാണ്. നിങ്ങൾ ചെയ്തു നോക്കൂ, ലൈഫ് അടിപൊളിയായിരിക്കും. ഒരു ഡൗട്ടും വേണ്ട, നിങ്ങൾ സൂപ്പർ ആയിരിക്കും. ചെയ്താൽ നിങ്ങൾക്ക് അതിന്റെ സുഖം അറിയും. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ എഴുതി പ്ലാൻ ചെയ്താണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത പ്രോഗ്രാമുകൾ എങ്ങനെ എഴുതി എന്റെ ശീലങ്ങളെ കുറിച്ച് വളരെ ചോദിക്കാറുണ്ട്. ഞാനങ്ങനെ പെർഫെക്റ്റ് ഒന്നുമില്ല, ഇടയ്ക്ക് മിസ്സിംഗ് ഒക്കെ വരാറുണ്ട്, നമ്മൾ മനുഷ്യനല്ലേ. പക്ഷെ എങ്കിലും ഞാനത് വീണ്ടും ഓവർകം ചെയ്തെടുക്കും. മറ്റു പല സിറ്റുവേഷൻസ് വരികയാണ്, ഞാൻ വീണ്ടും അതിലേക്ക് തിരിച്ചു വരാൻ മാക്സിമം എന്റെ ഭാഗത്ത് അവയർനെസ് കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവും ഒരു ദിവസം എത്ര സമയമുണ്ട് നമുക്ക് മനസ്സിലാവും. ഈ സമയമൊക്കെ ഞാൻ വെറുതെ പാഴാക്കി കളയുന്നുണ്ടല്ലോ. യെസ്, അതാണ്. അപ്പൊ ആ സ്റ്റാർട്ട് വിത്ത് വൈ വൈ ഫാക്ടർ വളരെ ഇമ്പോർട്ടൻറ്റ്. വൈ ഫാക്ടർ. ഓക്കെ, അതാണ്. അപ്പൊ എന്ത് ചെയ്യാം? അപ്പൊ അവിടെയാണ് നമ്മൾ രാവിലെ എണീറ്റ് ഗോൾ സെറ്റ് ചെയ്യണം. വൈ ഒന്നാമത്തെ കാര്യം എന്താണ്? കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ആദ്യം നമ്മൾ കംഫോർട്ട് സോൺ മനസ്സിലാക്കി ഗോൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് ഇങ്ങനെ പതിയെ സ്റ്റെപ്സ് വെച്ച് മുന്നോട്ട് പോകണം. ചലഞ്ചസ് ഉണ്ടാകും. അല്ല, രാവിലെ 6 മണിക്ക് എണീക്കുന്ന ഒറ്റയടിക്ക് 4 മണിക്ക് കഴിയില്ല ഒരു പക്ഷേ. അപ്പൊ എന്ത് ചെയ്യണം? 6 മണി 5:30 മണിയാക്കാൻ ആദ്യം ശ്രമിക്കുക. അങ്ങനെയാണ്. നമ്മൾ മനസ്സാഗ്രഹമുണ്ടെങ്കിലും ശരീരം സമ്മതിക്കില്ല. തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? മനസ്സാഗ്രഹിക്കുന്നുണ്ടെങ്കിലും മനസ്സിൽ ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ ചെയ്യാൻ നേരത്ത് അത് കഴിയുന്നില്ല അല്ലെ. ബോഡി സപ്പോർട്ട് ചെയ്യുന്നില്ല. തോന്നിയിട്ടില്ല സ്വർണ്ണം? ശരീരം സപ്പോർട്ട് ചെയ്യുന്നില്ല നമുക്ക്. ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഗ്രാജുവൽ സ്റ്റെപ്പിലൂടെ പതിയെ അത് ചെയ്യാവും. ഒറ്റയടിക്ക് ചെയ്യാൻ കുറെ ആളുകളുടെ ആവേശം പലപ്പോഴാണ്. നാളെ 1-ാം തീയതി ഞാൻ എൻ്റെ ജീവിതം ആകെ പൊളിക്കും, മറിയെന്നൊക്കെ പറയും. ഒന്നും നടക്കൂല. അങ്ങനെ എത്ര 1-ാം തീയതി കഴിഞ്ഞു, അങ്ങനെ എത്ര ന്യൂ ഇയർ കഴിഞ്ഞു. ഇത് ഡയലോഗ് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? ഇത്തരം ആളുകൾ വെറും അൺറിയലിസ്റ്റിക് ആയുള്ള ഗോളുകൾ, റിയലിസ്റ്റിക് അല്ല. അങ്ങനെ ഒരു 1-ാം തീയതി വെക്കണ്ട. ഈ നിമിഷം ചെറിയ സ്റ്റെപ്പ്, വലിയ സ്റ്റെപ്പിലേക്ക് പോകണ്ട. ചിലല്ലേ ആവേശം ഒരിക്കലും കംഫോർട്ട് സോൺ അത്ര നല്ലതല്ല. ആവേശം വേണം കേട്ടോ, എക്സൈറ്റ്മെന്റ് വേണം, വേണ്ടത്. പക്ഷെ ആവേശം മാത്രമായി പോകും ചില ആൾക്കാർ. അവിടെ ശ്രദ്ധിക്കും. ആവേശം അതിരുവിടുന്നത് നല്ലതല്ല, ഒരിക്കലും നല്ലതല്ല അല്ലേ. ആവേശത്തിന് കൂടെ എന്ത് ചെയ്യണം? ചെറിയ സ്റ്റെപ്പ് വെച്ചാൽ മതി. എന്നാൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ചെറിയ സ്റ്റെപ്പുകൾ വെക്കുക, വലിയ സ്വപ്നങ്ങൾ ഉണ്ടാവുക. ഈ ചെറിയ സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഈ ചെറിയ സ്റ്റെപ്പ് വെക്കുമ്പോൾ ആ ചെറിയ സ്റ്റെപ്പ് വെക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, മനസ്സിലായോ? ആ സുഖത്തെ എന്ത് ചെയ്യുക? ഫീൽ ചെയ്യുക. എനിക്ക് ചെറിയ സ്റ്റെപ്പ് വെക്കാൻ കഴിഞ്ഞാൽ ഫീൽ ഗ്രാറ്റിറ്റ്യൂഡ്. എനിക്ക് ചെറിയ സ്റ്റെപ്പ് വെക്കാൻ പറ്റിയത്. അപ്പൊ നെവർ കമ്പയർ. നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അതായത് എന്റെ കൂടെയുള്ള അവരൊക്കെ ഒരുപാട് എന്നെക്കാളും മുന്നോട്ട് പോയ എനിക്ക് മാത്രം എന്താ ഇങ്ങനെ. നമ്മൾ പോസ്റ്റ് ചില ആളുകൾ പറയും, ചിലർക്ക് ഭയങ്കര റിസൾട്ട് ഉണ്ടല്ലോ, ഞാൻ എന്താ സ്ലോ എന്ന് ചോദിക്കാറുണ്ട് ചിലർക്ക്. അങ്ങനെയാണ് അല്ലേ? ചിലർക്ക് കുറച്ച് സ്ലോയിലാണ് റിസൾട്ട് വരിക. അങ്ങനെയാണ്. ഇപ്പൊ മോർണിംഗ് ക്ലാസ് പഠിച്ച ആൾക്കാർക്ക് ഭയങ്കര മാറ്റമുണ്ട്, ചില ആൾക്കോ മാറ്റം വരുന്നേ ഉള്ളൂ. അങ്ങനെയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് പറയാം. എന്താ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് അല്ലേ. പയ്യെ തിന്നാൽ പനയും തിന്നാൻ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് പഴഞ്ചൊല്ലല്ല, അത് ഒരു പഴഞ്ചൊല്ലാണെങ്കിലും അത് റിയാലിറ്റി. എന്നാൽ ചില ആൾക്കാർ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഫാസ്റ്റായി ചെയ്യാം, മറ്റുള്ളവർക്ക് ഫാസ്റ്റായിട്ട് പോകാൻ പറ്റുന്നുണ്ടെന്നതുകൊണ്ട് എനിക്ക് അത്ര ഫാസ്റ്റ് ആവണമെന്നില്ല. നെവർ കമ്പയർ. മറ്റുള്ളവരുടെ പക്ഷെ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നത്തെ അവസ്ഥയായിട്ട് കമ്പയർ ചെയ്യാം. be better than yesterday. Today you can make today better than yesterday. ഇന്നലത്തെക്കാളും ബെറ്റർ ഇന്നാക്കാം അല്ലെ. മറ്റുള്ളവരെക്കാളും ബെറ്റർ അല്ല, ഇന്നലത്തെ എന്നേക്കാളും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് ബെറ്റർ ആക്കാൻ പറ്റൂലേ? യെസ് പറഞ്ഞു. ഇന്നത്തേക്കാൾ നാളെ ബെറ്റർ ആക്കാം. അങ്ങനെ പതിയെ ബെറ്റർ ആക്കി. അതാണ് ചെറിയ സ്റ്റെപ്സിലൂടെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ക്ലിയർലി? ആ സ്മോൾ സ്റ്റെപ്സ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ചില സമയത്ത് അടി തെറ്റും, പാളിച്ചകൾ വരും, ഉറപ്പായിട്ടും.
അല്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. നിർബന്ധമായിട്ടുമല്ല, വരാം, പാളിച്ചകൾ പറ്റും, അബദ്ധങ്ങൾ സംഭവിക്കും. അബദ്ധങ്ങൾ സംഭവിക്കുന്നതാണ് കുറെ ആൾക്കാർ ബാക്കോട്ട് നിൽക്കുക. അബദ്ധങ്ങൾ സംഭവിക്കുന്നിടത്ത് ആളുകൾ ബാക്കോട്ട് നിൽക്കുക. അവിടെ എന്താ ചെയ്യേണ്ടത്? അബദ്ധങ്ങൾ സംഭവിച്ചാലും ഞാൻ അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നു, ബാക്കോട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അബദ്ധങ്ങൾ സംഭവിക്കാത്തവരാരുമില്ല. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ട് തന്നെയാണ്. ഒരുപാട് മണ്ടത്തരങ്ങൾ ആവർത്തിച്ച് ലക്ഷങ്ങൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ചിലപ്പോൾ ചില മണ്ടത്തരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും, നമ്മളറിയാം. എനിക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, എന്നെ കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. ദിസ് എ റിയാലിറ്റി. കാരണം എന്താ, നമ്മളെ മനുഷ്യന്മാരങ്ങനെയാണ്, അതുണ്ടാകും. നമ്മളെപ്പോഴും കറക്റ്റ്, നമ്മളിങ്ങനെ പെർഫെക്റ്റ് ഒന്നും അല്ല. നമ്മൾ കറക്റ്റ് ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. എല്ലാവരും അങ്ങനെയാണ്, അല്ലേ? നമ്മൾ കാണുന്ന വലിയ ഗോളിലേക്കുള്ള യാത്രയിൽ ചിലപ്പോ അബദ്ധങ്ങൾ, വീഴ്ചകൾ, അടി, തെറ്റും പലപ്പോഴും അവിടെ എംബ്രേസ്, ഈ വീഴ്ചകളെ എംബ്രേസ് ചെയ്യുക, അത് ഉൾക്കൊള്ളുക, അല്ലെ? അതിനെ മനസ്സിലാക്കുക, അവയർനെസ് കൊടുക്കുക. ഈ വീഴ്ചകൾ, ഈ അബദ്ധങ്ങൾ, അത് എന്തിനു വേണ്ടിയിട്ട്? പിന്നോട്ട് വരിയാനുള്ളതല്ല, പക്ഷെ എന്താണ്, എന്നെ മുന്നോട്ട് നയിക്കാനുള്ള ഊർജ്ജമാണ്. ഏതുപോലെ നിങ്ങൾ കണ്ടില്ലേ കുട്ടികൾ, എന്താണ് അതിന് പറയാ? കുട്ടികൾ ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇങ്ങനെ വലിച്ചിട്ടുണ്ടല്ലോ, ഉന്നമിക്കുന്നത് കണ്ടിട്ടില്ലേ? നിങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ടാവും അല്ലെ? ചെയ്തില്ലേ സ്വർണ്ണ? റബ്ബർ ബാൻഡ് മറ്റേ ചുള്ളിക്കമ്പൽ കെട്ടിയിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒരു അല്ലേ? യെസ്. എന്തിനാ അത്? അല്ലെ? അതേപോലെ തന്നെ അമ്പയും അങ്ങനെ തന്നെ അല്ലേ? പഴയ കാലത്ത് അമ്പയും എന്താണ്, എത്രത്തോളം ബാക്കോട്ട് നമ്മൾ പ്രഷർ കൊടുക്കുന്നു അത്രത്തോളം മുന്നോട്ട് പോകുന്നു, അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൊണ്ടു, എത്രത്തോളം വലിയ ആഘാതമാണ് ബാക്കോട്ട് ഉണ്ടായത്, അത് അത്രത്തോളം മുന്നോട്ട് കുതിക്കാനുള്ള ഊർജമാണ് നൽകുന്നത്. യെസ് ഓർ നോ? ബാക്കോട്ട് നിങ്ങൾ പോരുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കുതിക്കാൻ ഊർജം പോരാഞ്ഞിട്ടാണ്. ഇനിയും ഒരുപാട് ഊർജം സംഭരിക്കൂ എന്നാണ് മെസ്സേജ്. മനസ്സിലാവുന്നുണ്ടോ? ഇത് പരാജയമല്ല, ഇത് കൂടുതൽ കരുത്തുണ്ടാക്കാനുള്ള, ഊർജം സംഭരിക്കാനുള്ള അവസരമാണ് എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വേണം നമുക്ക്. പറ്റുമോ? പറ്റുമോ? അല്ലേ? പറ്റും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, അല്ലേ? യെസ്, ഇത് അവസരമാണ്. തെറ്റാലി കവണ, അതിന്റെ പേരതാണ് അല്ലെ? തെറ്റാലി കവണ ചവണ എന്നൊക്കെ പറയുന്നു. ഓക്കെ, താങ്ക് യു. ഞാൻ പറയുന്നത്, ഈ ഇത് നമുക്ക് കിട്ടുന്ന വലിയ ഒരു അവസരമാണ്. ഓരോ പരാജയങ്ങളും അങ്ങനെ കാണും, അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞില്ലേ, തോമസ് ആൽവ എഡിസൺ തന്റെ ഫാക്ടറി കത്തിച്ചാമ്പലായപ്പോ കൂടെയുള്ള ആളുകൾ മുഴുവനും പേടിച്ചു, അല്ലെ? എന്തായാലും ഇയാൾക്ക് അറ്റാക്ക് ആയി പോകലെ, ഒരു മനുഷ്യന്റെ ഒരു മനുഷ്യ ആയുസ് മുഴുവനും കഷ്ടപ്പെട്ടുണ്ടാക്കിയത് ഒരു പിടി വെണ്ണീരായി പോണാലോചിച്ചു നോക്കും. അപ്പൊ അദ്ദേഹം പൊട്ടി പൊട്ടി ചിരിച്ചു പറയാ, എന്റെ എല്ലാ അബദ്ധങ്ങളും ഒരു പിടി ചാരമായി തീർന്നു എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്താണ് ആ മൈൻഡ്? അതല്ലേ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായിട്ട് തോമസ് ആൽവ എഡിസൺ മാറിയത്. എസനോ? എന്റെ അബദ്ധം എന്തായി മാറി? ഇവിടെ ഒരു വൈറ്റ് ബോർഡിൽ ആരോ എന്ത് ചെയ്യുന്നത് ശ്രദ്ധിക്കണേ. ഓക്കെ, ഓക്കെ, ആവശ്യമില്ലാത്ത സ്ക്രീൻ വന്നപ്പോ പറഞ്ഞ. അപ്പൊ നമുക്ക് പരാജയങ്ങൾ, അബദ്ധങ്ങൾ സംഭവിച്ചെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാണ്? ചെല്ലൊക്കെ ഒഴിവാക്കാനുള്ളതാണ്, അത് അനുഭവിക്കാൻ, അത് എന്താണ്, ഒരു പിടി ചാരമായിട്ട് ഇല്ലാതായിട്ട് ഒരു പുതു ജീവിതം, പുതു ജന്മത്തിനുള്ള ഒരു അവസരമായിട്ട് കാണാൻ നമുക്ക് കഴിയുക എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ചാലഞ്ചസ് ഉണ്ടാകും, അത് തളർത്തുന്നവരുണ്ടാവും, പക്ഷെ അവിടെ തളർത്തുന്നവരുണ്ടാവും, നമ്മൾ പിറകോട്ട് വലിക്കുന്നവരുണ്ടാകും, സ്വാഭാവികം. അപ്പൊ പിറകോട്ട് വലിക്കുന്ന, തളർത്തുന്ന ആളുകളോട് നോ പറയാൻ കഴിയുക എന്നുള്ളത് അതിന് കൂടെ തന്നെ നോട്ട് ചെയ്യും. പിറകോട്ട് വലിക്കുന്ന, തളർത്തുന്ന ആളുകളോട് നോ പറയാൻ കഴിയുക. നോ പറയേണ്ട അടുത്ത് നോ പറയുക. കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. നെഗറ്റീവ് സാഹചര്യങ്ങളായിരിക്കും, വ്യക്തികളായിരിക്കും, അത് നോ പറയുക. ഓക്കെ. പിന്നെ അതേ സമയം നമുക്ക് നമ്മൾ വളരാൻ സഹായിക്കുന്ന വിജയികളായ ആളുകളുടെ സപ്പോർട്ട് തേടുക. മനസ്സിലായില്ലേ?
ഇപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മേഖലയിൽ വിജയിച്ച ആളുകൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മേഖലയിൽ വിജയിച്ച ആളുകൾ, അവരോട് ഉപദേശം തേടുക, അവരെ സപ്പോർട്ട് തേടുക. അപ്പൊ നമ്മളെ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്, നന്നായിട്ട് വിജയിച്ച ആളുകൾ, വിജയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ, സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ. അവർക്ക് മാതൃകകളായിട്ട് പറയാം, അവർ എക്സ്പീരിയൻസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചെയ്താൽ. കാരണം അവർക്ക് അങ്ങനെ ചെയ്ത് വിജയം ഉണ്ടായിട്ട് നമുക്ക് അങ്ങനെ അനുഭവം പോസിറ്റീവായുള്ള അനുഭവങ്ങളിൽ അനുഭവസ്ഥരിൽ നമ്മൾ ചോദിക്കണം. നമ്മൾ ഈഗോ മാറ്റി വെക്കണം. ചോദിക്കാൻ മടിക്കരുത്. മടിയുണ്ടെങ്കിൽ എന്താ അതിന്റെ അർത്ഥം? നമുക്ക് അങ്ങനെ എന്തോ ഒരു ഈഗോ ഉണ്ട് എന്ന് തോന്നിപ്പോവും. നോ, അവിടെ ചോദിക്കുക, നിരന്തരമായിട്ട് ചോദിക്കുക. എനിക്ക് അല്ലെ, അതിന് മടി കാണിക്കും. മെന്ററിങ് വേണം, മെന്ററിങ് ഗൈഡൻസ് വേണം, ചോദിക്കുക. അല്ലെ, ആദ്യം നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മുടെ വീട്ടിൽ എനിക്ക് ആവശ്യമുള്ളത് എന്താണ്, എനിക്ക് ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് അങ്ങനത്തെ ആളുകളായി മാറും. കൂടെയുള്ള ആളുകൾ അങ്ങനത്തെ ഫ്രണ്ട്സായി മാറും. നമ്മളുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 ഫ്രണ്ട്സിന്റെ ക്വാളിറ്റി ആവറേജ് ആണ് നമ്മൾ എന്നൊക്കെ പറയാറുണ്ട്, കേട്ടില്ല? നിങ്ങളെ വിലയിരുത്തുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ 5 ഫ്രണ്ട്സിന് നോക്കിയാൽ മതി, നിങ്ങൾ ആരാണ് മനസ്സിലാവും. നിങ്ങൾക്ക് ആവറേജേ പറ്റുള്ളൂ, അതിലപ്പുറത്തേക്ക് പോകൂല. അഥവാ പോവുകയാണെങ്കിൽ അവര് നിങ്ങളെ അവരുടെ ലെവലിലേക്ക് വലിച്ച് താഴ്ത്തും. തോന്നിയിട്ടുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ കൂടെയുള്ള ആളുകളുടെ ആവറേജ് ആണ് നിങ്ങൾ. അവരുടെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അവര് പിടിച്ച് നിങ്ങളെ വലിച്ച് താഴെ ഇടും. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ വിടണോ? ഫ്രണ്ട്സ് അല്ല സാറേ, എന്റെ ചങ്കാണ്, ചങ്ക് ബ്രോ. അതെ, നിങ്ങളെ ചങ്ക് പിടിച്ച് ഞെക്കി കൊല്ലുന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. അത് അവര് ബോധപൂർവം അല്ല, ബോധപൂർവം ചെയ്യുന്നവരല്ല. അവരുടെ ലോകം അതാണ്. അപ്പൊ അവരുടെ ലോകത്ത് പുറത്തു പോകണം അവർക്ക് ഇഷ്ടല്ല. അതെ, അവർക്കൊരു ഫ്രണ്ടിനെ നഷ്ടപ്പെടില്ല, അവരെ പോലെ ഒരാളെ നഷ്ടപ്പെടല്ലേ. അങ്ങനെ എന്ത് ചെയ്യണം? പുതിയ പുതിയ ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നു, ഞാൻ ചില ആളുകളായിട്ട് കൂടുതൽ ഞാൻ കൂടുതൽ അങ്ങനത്തെ ആളുകൾ കണ്ടു ശ്രമിക്കുന്ന. അപ്പം താഴെ അപ്പോൾ ആളുകൾ പഴയ ഫ്രണ്ട്സിലേക്ക് വിടുകയാണല്ലോ. നോ, അവരെ ഞാൻ വിടുന്നില്ല. എല്ലാവരും കണക്റ്റഡ് ആണ്, പക്ഷെ നല്ല പരിധിയുണ്ട്. അതിലപ്പുറത്തേക്ക് കണക്റ്റഡ്. എന്റെ ക്ലോസ് ആയുള്ള ആൾക്കാർ, മാക്സിമം സക്സസ്ഫുൾ ആയുള്ള ആളുകളായിട്ടായിരിക്കും ഞാൻ ക്ലോസ് റിലേഷൻ. അപ്പൊ മറ്റുള്ള ആൾക്കാരോട് ഞാൻ അവഗണിക്കല്ല. ചിലക്കാർ വിചാരിക്കും ജാട കാണിക്കാണോ, അവഗണിക്കാണോ, അങ്ങനെ ചെയ്യാൻ പാടോ, അത് ഈഗോ അല്ലേ? അല്ല, അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ്. എന്തിന് നമ്മൾ സക്സസ്? അത് മറ്റുള്ള ആൾക്കാരോട് എന്ത് ചെയ്യാ, അവരെ അവഗണിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരിക്കലും അങ്ങനെയല്ല, അങ്ങനെ ചിന്തിക്കരുത്. അവരോട് എല്ലാവരോടും സഹകരണമാണ്. പക്ഷെ ഒരു പരിധി വിട്ട് നമ്മൾ അവരായിട്ട് കൂടുതൽ മിങ്കിളായി എൻഗേജ് ആയി കഴിഞ്ഞാൽ നമ്മളും ആ ഒരു എനർജിയിലേക്ക് താഴ്ന്നു പോകും. അതൊരു സത്യമാണ്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മളെപ്പോഴും നമ്മളെക്കാളും ഉയർന്ന ആളുകളുമായിട്ട് ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ കൂടുതൽ കണക്റ്റഡ് ആവേണ്ടത് നമ്മളെക്കാളും, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലെവലിലേക്ക്, ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് പോയ ആളുകളുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. അവരിങ്ങോട്ട് പിടി തരണം എന്നില്ല കേട്ടോ, തരൂല. അതൊരു രസമാണ്. അത്തരം ആളുകൾ ഇങ്ങോട്ട് പിടി തരില്ല. കാരണം എന്താ? അവർക്ക് പേടിയാ. നിങ്ങൾ അവരെ പിടിച്ച് താഴ്ത്തിയിടുമെന്ന് അവർക്ക് പേടിയാണ്. ശരിക്കും മനസ്സിലാക്കുക കേട്ടോ. നിങ്ങളോട് അധികം സംസാരിച്ചാൽ നിങ്ങളുടെ അല്ലെ, നാട്ടിലൊക്കെ പുറത്തിറങ്ങി സംസാരിച്ചു കഴിഞ്ഞാൽ, നാട്ടു വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ സകല നെഗറ്റീവ് ന്യൂസും വരുമ്പോ അന്നത്തെ ദിവസം മുഴുവൻ പോയെന്ന് തോന്നാറില്ലേ? വെറുതെ ഞാൻ അവന്റെ ഫോൺ എടുത്തു തന്ന് രാവിലെ ഇന്നത്തെ ദിവസം കുളമായി തോന്നിയിട്ടുണ്ടോ? ഇന്ന് കണി കണ്ട് നിന്നെയാണ്, പോയടോ പോയി, കഴിഞ്ഞു, തീർന്നു, എന്റെ മുന്നിൽ നിന്ന് പോന്നു തോന്നിയിട്ടില്ലേ പല ആൾക്കാരോടും? അത് അവരോടൊരു കുറ്റം കൊണ്ടോ നമ്മളെ ജാട കൊണ്ടോ ഒന്നും അല്ല, കാരണം അങ്ങനെയാണ്. അപ്പൊ എന്ത് ചെയ്യണം? കുറച്ചൊരു ഡിസ്റ്റൻസ് നല്ലതാണ് എപ്പോഴും, അല്ലേ? അവരുടെ അവൈലബിലിറ്റി കുറയ്ക്കേണ്ടി വരും. വിലയുണ്ടാണെങ്കിൽ കുറച്ചൊക്കെ ആവശ്യമില്ലാത്ത അവൈലബിലിറ്റി കുറക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സ്റ്റേ കണക്റ്റഡ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലേക്ക്,
അത് ഈഗോ അല്ല, അത് ജാടയല്ല. അങ്ങനെ തെറ്റിദ്ധാരണ പലപ്പോഴും ഉണ്ടാക്കും. അവര് പറയും, എത്താത്തവർ അതൊക്കെ പറയും കേട്ടോ. പക്ഷെ നമ്മൾ നമ്മളെ കുറിച്ച് നമ്മൾ വിലയിരുത്തുക. എനിക്ക് വേണ്ടത് എന്റെ സക്സസിലേക്ക് എന്നെ കൈ പിടിച്ചുയർത്തുന്ന ആളുകളെയാണ് എന്റെ ലൈഫിൽ എനിക്ക് വേണ്ടത് എന്ന് തിരിച്ചറിയുക. മറ്റത് കുറച്ച് കുറച്ച് കൊണ്ടുവരാൻ സാധിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏത് പോസിറ്റിവിറ്റിയും ഏത് മോട്ടിവേഷൻ താളം, ആ മോട്ടിവേഷന്റെ ആയുസ് അരമണിക്കൂർ 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ ക്ലാസ് കേട്ട അവസാനം നിങ്ങൾ പോണത് അത്തരം ആളുകളുടെ അടുത്തൊക്കെ ആണെങ്കിൽ ഈ 1 മണിക്കൂർ ഇവിടെ കേട്ടത് വേസ്റ്റ് ആക്കി കളയുന്നത്. യെസ് ഓർ നോ? തോന്നിയിട്ടുണ്ടോ? വേസ്റ്റ് ആക്കിയാണ് കളയും. പലപ്പോഴും ഉണ്ടാവാൻ സംഭവിക്കുന്ന കാര്യമാണ്. അല്ലെ? അപ്പൊ ചില ആളുകളോട് നിങ്ങൾക്ക് അങ്ങനെ, ഞാൻ ഡിറ്റാച്ച്മെന്റ് പറഞ്ഞ പോലെ ഫിസിക്കലി മാറാൻ പറ്റൂല. അപ്പൊ ഇമോഷണലി അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ നമ്മളെ ഭർത്താവാണ്, നമ്മളെ ഭാര്യയാണ്, നമ്മളെ മക്കളാണ്, നമ്മളെ ഗ്രാൻഡ് മദറാണ്, അവരുടെ ഒക്കെ നോ പറഞ്ഞ് ഞാൻ പോയി ഇത് കംഫോർട്ട് സോണാന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോരുത് കേട്ടോ. ക്ലാസ് കേട്ട് ആവേശം മൂത്ത് കണ്ട് അവരെ കെയർ ചെയ്യണം, അവരെ നോക്കണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അതാണ് ഏറ്റവും വലിയ ലവ്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ കർമ്മതാണ്. കർമ്മം ഇമോഷണൽ ഡിറ്റാച്ച്മെന്റ് ആണ്. വൈകാരികമായിട്ട് ഡിറ്റാച്ച് ചെയ്യണം. കംഫോർട്ട് സോൺ ബ്രേക്ക് ആകാതിരിക്കാൻ. കംഫോർട്ട് സോൺ ഒരു അറ്റാച്ച്മെന്റ് സോൺ കേട്ടോ. കംഫോർട്ട് സോൺ എന്നാണ് അറ്റാച്ച്മെന്റ് സോൺ. നിങ്ങൾക്കത് പൊട്ടിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അതിൽ ഇങ്ങനെ പെട്ടുപോകണം. അപ്പൊ അതിനെ മാറ്റാൻ കഴിയും, തീർച്ചയായിട്ടും പറ്റും എന്ന് മനസ്സിലാക്കുക. ഒരു സംശയം വേണ്ട, എല്ലാവർക്കും മാറ്റാൻ പറ്റും. പക്ഷെ ധൃതി പിടിച്ച് ആവേശകുമാരന്മാരാവരുത്, ആവേശകുമാരികളും ആവണ്ട. ഗ്രാജുവലി എന്ത് ചെയ്യാൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കൊണ്ടുവരിക. 1 കൊല്ലം കൊണ്ട്, 2 കൊല്ലം, ഞാൻ പറയാം 2016 മുതൽ ഞാൻ പ്ലാൻ ചെയ്ത് 2022 എനിക്ക് എന്റെ ഗവൺമെന്റ് സർവീസ് ഒഴിവാക്കാൻ പറ്റിയത്. അതിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ ശ്രമിച്ചെങ്കിലും പേടി ബാക്കോട്ട് പിന്നെയും വലിച്ചു, വീണ്ടും വലിച്ചു, വീണ്ടും വലിച്ചു, വീണ്ടും വലിച്ചു. അവസാനം ഓട്ടോമാറ്റിക്കലി ക്ലിയർ അല്ലേ, അതിലേക്ക് പറ്റി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ അപ്പോ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ലൈഫിൽ വലിയ സക്സസ് ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പേടി. പേടി നമ്മൾ സ്വയം വിചാരിച്ചിട്ട് പൊട്ടിക്കാൻ കഴിയുന്ന ആൾ, അല്ലെ? നിങ്ങൾ തോന്നിയില്ലേ പേടി ഉണ്ട് എന്ന് പറയാം പക്ഷെ പൊട്ടിക്കാൻ പറ്റുന്നില്ല? സ്വർണ്ണം കുറെ ടെൻഷൻ ഉണ്ട്, കുറെ പേടിയുണ്ട്, കുറെ അസ്വസ്ഥത. ഈ പേടി പൊട്ടിക്കാൻ, നെഗറ്റീവ് ആയുള്ള ഫീലിങ്സിനെ, അത്തരം മെമ്മറീസ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന സ്റ്റാക്ക് ചെയ്ത് കഴിഞ്ഞ കാല അനുഭവങ്ങൾ കേട്ട് 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 സ്റ്റാക്ക് ചെയ്ത് വലിയ ലോഡുണ്ട്, ഇമോഷണൽ ബേർഡൻ ഉണ്ട്. ഈ ഇമോഷണൽ ബേർഡനെ കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്കൊരു ഫ്രീഡം വേണം. ഇമോഷണൽ ഫ്രീഡം നമ്മൾ അച്ചീവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഇമോഷണൽ ഫ്രീഡം ടെക്നിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ EFT മൈൻഡ് മാസ്റ്ററി എന്നുള്ള നമ്മുടെ കോഴ്സ്. അതിന് വേണ്ടിയിട്ടാണ്. കോഴ്സ് ചെയ്ത് കുറേ ആളുകളുടെ എക്സ്പീരിയൻസുകൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കി സക്സസ് നേടിയെടുക്കാൻ താല്പര്യമുള്ള മുഴുവൻ ആളുകൾ ഞാൻ ഹൃദ്യമായി നമ്മുടെ EFT മൈൻഡ് മാസ്റ്ററിയുടെ സെക്കൻഡ് ബാച്ചിലേക്ക് വെൽക്കം ചെയ്യാണ്. ഇനി ഇതിനെക്കുറിച്ച് അറിയാത്തവരുണ്ടെങ്കിൽ ഈ നമ്പറിൽ കണക്ട് ചെയ്യാം. അവിടെ ഒരുപാട് കോഴ്സ് കൗൺസിലേഴ്സ് ഉണ്ട്, അവരോടൊക്കെ കണക്ട് ചെയ്യുക, സംശയങ്ങൾ ചോദിക്കുക. നിങ്ങളെല്ലാവരും വരട്ടാ, മാക്സിമം പങ്കെടുക്കുക, വിഷ്വൽ ചെയ്യുക, സ്മാർട്ടായിട്ട് പങ്കെടുക്കുന്ന വിഷ്വൽ ചെയ്യുക. കാരണം എൻ്റെ ലൈഫിലാണ് ഇതേപോലെ 2014 ഞാൻ എടുത്തൊരു തീരുമാനമാണ് എൻ്റെ ലൈഫിനെ മാറ്റി മറിച്ചത്. എൻ്റെ ഫ്രണ്ട്സ് എന്നോട് പറഞ്ഞ സമയത്ത് ഞാൻ ഇല്ല ഇല്ല എന്ന് പറഞ്ഞ് മാറി കളിച്ചത്. പക്ഷെ എൻ്റെ ഫ്രണ്ട് എന്നെ നിർബന്ധിച്ചുകൊണ്ട്, ഞാൻ അതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട ആളാണ് ഞാൻ. എൻ്റെ ഫ്രണ്ട് എന്നെ നിർബന്ധിച്ചതുകൊണ്ട് എപ്പോഴും ഞാൻ ഈ നിമിഷം എൻ്റെ ഹൃദയത്തിന് അടിത്തിട്ടില്ല. ആ ഫ്രണ്ടിനെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആ ഫ്രണ്ടിനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. പിന്നെ ആരൊക്കെയാണോ അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്തത് എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറയാണ്. അങ്ങനെ കോഴ്സ് പഠിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. പഠിച്ചപ്പോൾ മനസ്സിലായി ഒരുപാട് ആളുകൾക്ക് ഇത് കിട്ടണം. ആ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഈ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ക്ലാസ് എടുത്തവർക്ക് മനസ്സിലായി ഡെയിലി ക്ലാസ് എടുക്കാൻ എനിക്ക് ആദ്യം പേടിയായിരുന്നു. എനിക്ക് ടോപ്പിക് കിട്ടുമോ, ക്ലാസ് എടുക്കാൻ പറ്റുമോ, ഞാൻ എന്താ സംസാരിക്കും, ആ പേടി, എല്ലാ പേടികളെയും വിഷമത്തെയും അല്ലെങ്കിൽ ക്ഷീണം വരുമ്പോഴൊക്കെ അതിങ്ങനെ പൊട്ടിച്ച് 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 ഒഴിവാക്കി 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 നിങ്ങളെ മുന്നിൽ ഇതേപോലെ എന്നെ ഇരുത്തിയ മനോഹരമായുള്ള ടെക്നിക്കാണ്
ഇമോഷണൽ ഫ്രീഡം ടെക്നിക്. അപ്പോൾ അതിലെന്ത് ചെയ്യാം, എല്ലാവരും ഇനിയും അതിനെക്കുറിച്ച് അറിയാത്തവർ ജോയിൻ ചെയ്യുക, എന്താണ് ഈ നമ്പറിൽ കണ്ടി ജോയിൻ ചെയ്യാന്നുള്ളത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ബീങ് ഹിയർ ഇൻ ദിസ് അമേസിംഗ് മോർണിംഗ്. അടിപൊളിയായില്ലേ, സൂപ്പറായില്ലേ? പറയൂ, 12 പേര്. ആരെങ്കിലും സംസാരിക്കേണ്ടവര്? വിഷ്വൽ ചെയ്യേണ്ട എങ്ങനെയാ, മനസ്സിലങ്ങനെ കാണാം, പങ്കെടുക്കുന്നത് ഇങ്ങനെ കാണാം കേട്ടാ. കാശ് കിട്ടി, കോഴ്സ് ചെയ്ത് ജീവിതം അടിപൊളി, അടിപൊളി, എന്റെ ലൈഫ് അടിപൊളിയായിരിക്കുന്നു, മുൻകൂട്ടി കാണാൻ മനസ്സിൽ. ദാറ്റ് ഈസ് വിഷ്വലൈസേഷൻ. ക്ലിയർ അല്ലേ? ഓക്കെ, എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എൻജോയ് ചെയ്തോ? എന്താണ്? അടിപൊളി. എന്താ ഫൗസിയ പറയണ്ടല്ലേ? ഫൗസിയ വലിയ 2 വാക്ക് പറയാൻ കൊതിക്കുന്നുണ്ട്, അവസരം ചുരുക്കി പറയട്ടാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. നല്ല സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഒരുപാട് ആളുകൾക്ക് എങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം വെച്ചിരിക്കുന്നവരൊക്കെ മടിച്ച് രാവിലെ എണീക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ, എണീക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും, പക്ഷെ അവർക്ക് എണീക്കാൻ സാധിക്കണില്ല. അപ്പൊ അതിനൊക്കെ നല്ല അവർക്ക് നല്ല രീതിയിൽ ജീവിതം എങ്ങനെ കൊണ്ടുപോവാ എന്നുള്ള പോയിന്റുകൾ സാറിന് പറഞ്ഞു കൊടുത്ത് അടിപൊളി ക്ലാസ് ആയിരുന്നു. അതുപോലെ എനിക്കും എൻ്റെ ജീവിതത്തിൽ EFT വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ട്. എൻ്റെ അസുഖം മാറി, എനിക്ക് എൻ്റെ ലൈഫിനൊത്ത് ജീവിക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളത് എനിക്ക് പഠിക്കാൻ പറ്റി. ഞാന് ക്ലാസ് കൊടുക്കുന്നുണ്ട്, മെഡിറ്റേഷൻ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കുട്ടികൾക്കായിട്ട് നല്ലൊരു കുട്ടികളെ എങ്ങനെ നല്ല രീതിയിൽ വാർത്തെടുക്കാം എന്നുള്ള ആ ഒരു ഇതില് ഇൻഷാ അല്ലാഹ് ഞാൻ അതിനും കൂടി തുടക്കം കുറിക്കുകയാണ്. സാർ ഒരുപാട് നന്ദി. സാറ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് പഠിപ്പിച്ചു തന്നുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റിയത്. ഒരുപാട് നന്ദിയുണ്ട് സാറിനും കുടുംബത്തിനും. അതുപോലെ നമ്മളെല്ലാവരെയും പഠിച്ച നമുക്കെല്ലാം ഓരോ വെളിച്ചം കാട്ടിത്തരുന്ന നമ്മളെ പ്രപഞ്ച സൃഷ്ടാവിന് ഒരുപാട് നന്ദി. എല്ലാവർക്കും നന്ദി പറയുകയാണ് ഞാൻ. താങ്ക് യു സോ മച്ച് ഫൗസിയ. ഓക്കെ, സഫീന. ഗുഡ് മോർണിംഗ് സർ. സൂപ്പർ ക്ലാസ് ആയിരുന്നു. ഈ ക്ലാസ്സുകൾ കേട്ടോണ്ടിരിക്കുന്ന എന്താ പറയാ, മറ്റുള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, മോർണിംഗ് ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് ഇത്രയൊക്കെ എനർജി കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത്, നമ്മുടെ 12 ദിവസത്തെ ക്ലാസ് പറയുന്നത് വേറെ ലെവലാണ്. നമ്മള് ജീവിതം എന്ന് പറയുന്നത് നമ്മളെ ടേസ്റ്റിനനുസരിച്ച് ട്രാൻസ്ഫോം ചെയ്യാൻ ഈ ഒരു കോഴ്സിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോ ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ആരും പിറകോട്ട് നിൽക്കരുത്, തീർച്ചയായും മുമ്പോട്ട് വരിക. അത്രക്ക് എന്താ പറയാ, വാക്കുകളില്ല ഈ ഒരു കോഴ്സിനെ കുറിച്ച് പറയാൻ. അത്രക്ക് ലൈഫിനെ നമുക്ക് മാറ്റിയെടുക്കാൻ തന്നെ പറ്റും. താങ്ക് യു സർ. അത്രക്ക് മികച്ച ക്ലാസ്സുകളാണ് സാറിന് ലഭിക്കുന്നത്. താങ്ക് യു സോ മച്ച് സഫീന. അപ്പൊ എല്ലാവരോടും എന്നെ സന്തോഷമാണ് കേട്ടാ. ഇന്നത്തെ ദിവസം മനോഹരമാവട്ടെ, കൂടുതൽ അഭിവൃദ്ധിയും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും സന്തോഷവും സ്നേഹം നിറഞ്ഞതാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ. Thank you, sir. Thank you, sir. Thank you, sir. Thank you.